അപ്പോൾ നാളെയാണ് കേരളം കാത്തിരിക്കുന്ന രഞ്ജി ട്രോഫി ഫൈനൽ മത്സരം. ചരിത്രത്തിൽ ആദ്യമായി കേരളം രഞ്ജി ട്രോഫി ചാമ്പ്യൻഷിപ്പിന്റെ ഈ ഫൈനലിൽ കളിക്കാൻ പോവുകയാണ്. അപ്പോൾ വിദർഭയാണ് എതിരാളികൾ. പല പ്രതികരണങ്ങളും ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. അത്തരത്തിലൊരു പ്രതികരണത്തിലേക്കാണ് ഞങ്ങൾ ഇനി പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത്. ഈ പ്രതികരണം എതിർചേരിയിൽ നിന്നാണ് എന്നുള്ളതാണ് പ്രത്യേകത. വിദർഭയ്ക്കായി കളിക്കുന്ന മലയാളി കരുൺ നായർ കേരള ടീമിനായി കളിക്കാൻ ശ്രമം നടത്തിയിരുന്നതായി കരുൺ നായർ 24-നോട് പറഞ്ഞു. ഭാവിയിൽ അത് ചിലപ്പോൾ സംഭവിച്ചേക്കും. രഞ്ജി ട്രോഫിയിൽ വിദർഭയെ കിരീടത്തിലേക്ക് നയിക്കാൻ ആകുമെന്നാണ് പ്രതീക്ഷയെന്നും കരുൺ നായർ 24-നോട് പറഞ്ഞു. അനിൽ വാസുദേവ് നാഗ്പൂരിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. രഞ്ജി ട്രോഫി ഫൈനലിൽ കിരീടം തേടി കേരളം ഇറങ്ങുമ്പോൾ കേരളത്തിന് കനത്ത വെല്ലുവിളിയായി വിദർഭ നിരയിൽ ഒരു മലയാളിയുണ്ട്, കരുൺ നായർ, ഇന്ത്യൻ താരം. കരുൺ, ഒരു മലയാളി ടീമിനെ നേരിടുന്നു എന്നുള്ള ഒരു കൗതുകമുണ്ട്. ഫോർ ഷുവർ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമെന്ന് നമ്മൾ സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആലോചിക്കത്തില്ല. പക്ഷേ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ദാറ്റ് കേരള ടീം ഇത്ര നല്ലതായിട്ട് ചെയ്ത് ഫൈനലിൽ വന്നിരിക്കുന്നു. അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇപ്പോൾ ഒരു ട്രോഫി ജയിക്കാൻ. ആൻഡ് എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാനും എക്സൈറ്റഡ് ആണ് കേരള അഗെയിൻസ്റ്റ് കളിക്കാനും ഈ ഒരു ഫൈനൽ കളിക്കാനും. ബിക്കോസ് ഫൈനലിൽ ജയിപ്പിക്കുകയാണെങ്കിൽ അതിന് ഒരു ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ആൻഡ് കേരള ടീമിനും അത് തന്നെ ആയിരിക്കും പ്രിപ്പറേഷനും തോട്ട് പ്രോസസ്സും അങ്ങനെ തന്നെ ആയിരിക്കും ദാറ്റ് നമുക്ക് ജയിക്കണമെന്ന് ഇവിടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ. ആൻഡ് നല്ല മാച്ച് ആവുമെന്നൊരു പ്രതീക്ഷയാണ്. വിദർഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ചൊരു സീസണാണ് പോകുന്നത്. കഴിഞ്ഞ സീസണിലെ ഫൈനലെത്തി, അതിന് പിന്നാലെ വിജയ് ഹസാരയിൽ ഫൈനലിൽ വരുന്നു. ഈ സീസണിൽ 9 മത്സരങ്ങളിൽ 8 ജയിക്കാനായി. ഒരു മത്സരത്തിൽ മാത്രമാണ് സമനിലയിലേക്ക് പോകേണ്ടി വന്നത്. താങ്കളെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലിയും ഏറ്റവും മികച്ചൊരു സീസണാണ്. യെസ് ഫോർ ഷുവർ. ഞാൻ ഈ സീസൺ തുടങ്ങിയപ്പോഴും എൻ്റെ ഒരു മനസ്സിൽ ഒരു കാര്യമുള്ളായിരുന്നു, എൻ്റെ ഒരു ബെസ്റ്റ് രഞ്ജി സീസൺ ആയിരിക്കണമെന്ന്. അങ്ങനെയാണ് തുടങ്ങിയത്. ആൻഡ് അങ്ങനെ വരുമെന്ന് പ്രതീക്ഷ കാണും. പക്ഷെ ആക്ച്വലി ആവുമെന്ന് ആർക്കും പറയാനൊക്കത്തില്ല. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ദാറ്റ് ഈ സീസണിൽ എനിക്ക് നല്ലതായിട്ട് ചെയ്യാൻ ചാൻസ് കിട്ടി, ഓപ്പർച്യൂണിറ്റി കിട്ടി. ഞാൻ ആ ചാൻസിനെ യൂട്ടിലൈസ് ചെയ്തു. സോ താങ്കൾ കുറച്ച് ദിവസം മുമ്പ് ഒരു സമൂഹ മാധ്യമത്തിൽ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, ഗിവ് മി എ സെക്കൻഡ് ചാൻസ് കിട്ടുന്നു, അത് നന്നായി പെർഫോം ചെയ്യാൻ പറ്റുന്നു. ഫോർ ഷുവർ. ആൻഡ് ഞാൻ അങ്ങനെ തന്നെ വിചാരിച്ചാൽ പോകുന്ന എല്ലാ മാച്ചും ദാറ്റ് ഈ ഒരു ഇന്നിങ്സ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് അങ്ങനെ തന്നെ വിചാരിച്ച് ഇപ്പം ചാൻസ് കിട്ടാത്ത സമയത്ത് എങ്ങനെയായിരുന്നു എൻ്റെ ഫീലിങ്ങും ഇപ്പം എങ്ങനെയാണ് ഫീലിങ്ങും അതിനെ രണ്ടിനെയും ഒന്നിച്ച് ഇമാജിൻ ചെയ്ത് കളിക്കാൻ നോക്കുന്നു. ഇന്ത്യൻ ടീമിലേക്ക് വൈകാതെ മടങ്ങിയെത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇപ്പത്തേക്ക് എനിക്ക് ഒരു പ്രതീക്ഷയില്ല. ജസ്റ്റ് നെക്സ്റ്റ് മാച്ച് കളിച്ച് നല്ലതായിട്ട് ചെയ്യണം. അപ്പോൾ അടുത്തത് എന്താണെന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അടുത്ത നെക്സ്റ്റ് ഈ രഞ്ജി ട്രോഫി ഫൈനലുണ്ട്, ജയിക്കണം, നല്ലതായിട്ട് കളിക്കണം, നമ്മുടെ ടീമിനെ ജയിപ്പിക്കണം. പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും മികച്ച മത്സരമായി മാറട്ടെ താങ്കൾക്ക് വ്യക്തിപരമായും ടീമിനും ഒക്കെ തന്നെ എന്നുള്ളത്. കരുൺ നായരാണ് 24-നൊപ്പം സംസാരിച്ചത്. ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്താമെന്നടക്കമുള്ള സ്വപ്നങ്ങളിലാണ് അദ്ദേഹം. രഞ്ജി ഫൈനൽ അതിനൊക്കെ തന്നെ ഒരു കാരണമാകട്ടെ എന്നാണ് നമുക്കും ആശംസിക്കാനുള്ളത്. നാഗ്പൂരിലെ വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ നിന്ന് ഷൈജു ചാവശ്ശേരിക്കൊപ്പം അനിൽ വാസുദേവ്, 24.